നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സസ്യകലകളെക്കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ജീവനുള്ളവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങളെന്ന് പറയുന്നത്. സസ്യങ്ങളും ജീവനുള്ളവയാണ്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ സസ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നതും കോശങ്ങൾ ചേർന്നിട്ടാണ്. ഇങ്ങനെ ഒരുപോലെ ഉത്ഭവിക്കുന്നതും ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടങ്ങളെയാണ് നമ്മൾ കലകൾ എന്ന് പറയുന്നത്. അതായത് പൊതുവായ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം കോശങ്ങളാണ് കലകൾ. 3 തരം സസ്യകലകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തേതാണ് പാരൻകൈമ. വളരെ ലഘുഘടനയുള്ള കലകളാണിവ. നിങ്ങൾ ചിത്രം നിരീക്ഷിച്ചാൽ മനസ്സിലാകും. മൈക്രോസ്കോപ്പിലൂടെ ഇവ നിരീക്ഷിക്കുമ്പോൾ വൃത്തം വരച്ചതുപോലെയാണ് ഇവ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേത് എന്താണ്? ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത്. നമ്മൾ ചിത്രത്തിൽ കണ്ടതാണല്ലേ, ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നിട്ടാണ് പാരൻകൈമ കലകൾ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതോ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. അതായത് സസ്യങ്ങളുടെ ഇലകൾ, പൂക്കൾ, പഴം തുടങ്ങിയ മൃദുവായ സസ്യഭാഗങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. അടുത്തത് ഇവയുടെ ധർമ്മമാണ് പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ഇവയിൽ ഹരിതകണങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇവ പ്രകാശ സംശ്ലേഷണത്തിനും അതുപോലെ പഴങ്ങളിൽ ആഹാര സംഭരണത്തിനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ആദ്യത്തെ എന്താണ്? ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത്. പിന്നെയോ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. പിന്നെ എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ഇവ എവിടെ കാണപ്പെടുന്നു? പൂക്കൾ, പഴം എന്നിവിടങ്ങളിൽ. അടുത്തതാണ് കോളൻ കൈമ. ആ ചിത്രമൊന്ന് നിരീക്ഷിച്ചേ. എന്താണ് അവയുടെ പ്രത്യേകത? അതായത് അതിൽ ഓരോ കോശങ്ങളുടെയും മൂലകളിൽ മാത്രം കട്ടിയുണ്ട്, അല്ലേ? അതായത് മൂലകളിൽ മാത്രം കട്ടിയുള്ള കോശങ്ങളാണിവ. ഇനി നമുക്ക് അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ എന്താ? സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. ഉദാഹരണം സസ്യങ്ങളുടെ വേര്, തണ്ട് തുടങ്ങിയ ഭാഗങ്ങൾ. ഈ ഭാഗങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും? നല്ല വഴക്കം ഉണ്ടാകും, അതുപോലെ എന്താ? നല്ല ബലവും ഉണ്ടാകും. അടുത്ത എന്താ? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ കോശങ്ങൾ. നമ്മൾ ചിത്രത്തിൽ കണ്ടതാണല്ലേ, ഇവയുടെ കോശങ്ങളുടെ മൂലകളിൽ മാത്രമാണ് കട്ടിയുള്ളത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യത്തെ എന്താ? സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. പിന്നെയോ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ കോശങ്ങളാണിവ. അടുത്തതാണ് സ്ക്ലീറൻ കൈമ. നമുക്ക് ഈ ചിത്രമൊന്ന് നിരീക്ഷിക്കാം. എന്താണ് അവയുടെ പ്രത്യേകത? അതായത് കോശഭിത്തിയുടെ എല്ലാ മൂലകളിലും ഒരേപോലെ കട്ടിയുള്ള കോശങ്ങൾ ചേർന്നിട്ടാണ് സ്ക്ലീറൻ കൈമ കലകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ കുറച്ച് കട്ടി കൂടിയ സസ്യകലകളായിരിക്കും. ഇനി നമുക്ക് അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ എന്താണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത്. നമ്മൾ ചിത്രത്തിൽ കണ്ടതായിരുന്നു, അല്ലേ? ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ധർമ്മമാണ്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. എന്തൊക്കെയാണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത്, അതുപോലെ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു.